ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു ഡേഞ്ചറസ് മിസ്റ്റേക്ക് ആണ്. എനിക്ക് ഐഡിയ ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ മാർക്കറ്റിനും ഇഷ്ടപ്പെടും എന്ന അസംഷൻ. അതുകൊണ്ട് തന്നെയാണ് 10 സ്റ്റാർട്ടപ്പുകളിൽ 9 സ്റ്റാർട്ടപ്പും ഫെയിൽ ആവുന്നത്. ഇന്നത്തെ വീഡിയോ അതിൻ്റെ നെക്സ്റ്റ് ലെയർ ആണ്. കഴിഞ്ഞ വീഡിയോ കണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളെ സ്റ്റാർട്ടപ്പ് ലേണിംഗിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നതാണ്. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്റ്റാർട്ടപ്പിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് ഹാപ്പി കസ്റ്റമേഴ്സിൽ നിന്നല്ല, ഡിസാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സിൽ നിന്നാണ്. മോസ്റ്റ് ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ ഓണ്ടർപ്രണേഴ്സ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് മാക്സിമം പീപ്പിളിനെ അല്ലെങ്കിൽ മാക്സിമം ആളുകളെ ടാർഗറ്റ് ചെയ്തതിനാൽ ബിസിനസ് പെട്ടെന്ന് വളരും, കുറെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത്. എന്നാൽ റിയാലിറ്റി കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആണ്. ആവറേജ് യൂസേഴ്സ് ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആണ്. പ്രോഫിറ്റ് ഉള്ളത് മൈനോറിറ്റി പീപ്പിളിലാണ്. ഇതിലൊരു ഷോക്കിംഗ് ആയിട്ടുള്ള ട്രൂത്ത് പറയാം, ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പീപ്പിളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുക, അല്ലെ പ്രോഫിറ്റ് ഉണ്ടായിക്കൊണ്ട് നിൽക്കുന്നത്. തിങ്ക് അബൌട്ട് യുവർ ലൈഫ്. നമ്മൾ മൊബൈൽ ചാർജർ, ഷാംപൂ, ബ്രഷ്, ടൂത്ത് പേസ്റ്റ് ഇതൊക്കെ എക്സ്പെരിമെന്റ് ചെയ്തിട്ടാണ് വാങ്ങുന്നത്? ഒരിക്കലുമല്ല. നമ്മൾ ചെയ്യുന്നത് ഫെമിലിയർ ബ്രാൻഡ്, പോപ്പുലർ ഓപ്ഷൻ, ഓൾറെഡി വർക്ക്സ് സൊല്യൂഷൻ. കൺസ്യൂമേഴ്സ് ജനറലി റിസ്ക് അവോയ്ഡേഴ്സ് ആണ്. അത് നമ്മൾ എന്നും അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെയാണ് മെയിൻ സ്ട്രീം ആയിട്ടുള്ള ആൾക്കാർ എന്നും സാറ്റിസ്ഫൈഡ് ആയി നിൽക്കുന്നത്. നൗ തിങ്ക് ആസ് എ സ്റ്റാർട്ടപ്പ്. എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡ് ഓൾറെഡി ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്തിട്ടുണ്ട്, ട്രസ്റ്റ് ബിൽഡ് ചെയ്തിട്ടുണ്ട്, ആഡ് സ്പെൻഡിങ്ങിൽ ഹെവി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവരുടെ അടുത്ത് മണി ഉണ്ട്. സോ ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഒരു സ്റ്റാർട്ടപ്പ് സക്സീഡ് ആവുന്നത്? സോ ദ ക്വസ്റ്റ്യൻ ഈസ്, ഈ വേൾഡ് ഓൾറെഡി ഫിൽഡ് വിത്ത് സോളിഡ് സൊല്യൂഷൻസ്, സോളിഡ് ബിസിനസ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് സ്റ്റാർട്ടപ്പ് സക്സീഡ് ആവുന്നത്? ആവറേജ് യൂസേഴ്സ് ഇസ് ഓൾറെഡി സാറ്റിസ്ഫൈഡ്, ബട്ട് ദ എക്സ്ട്രീം യൂസേഴ്സ് ആർ നോട്ട്. സോ ഡിസാറ്റിസ്ഫൈഡ് യൂസേഴ്സ് ഈസ് ഈക്വൽ ടു ഓപ്പർച്യൂണിറ്റി. Now let's understand with a story. അഡ്വാൻസിൽ ബുക്ക് ചെയ്യുന്ന ട്രാവലേഴ്സ്, ഫാൻസി ലോബി, കോഫി മെഷീൻ, 2 bed 2 pillows. So hotels are serving them perfectly. But there was a minority users. ആരാണത്? ലാസ്റ്റ് മിനിറ്റ് ട്രാവലേഴ്സ്, ലൈക്ക് ബിസിനസ് കോൺഫറൻസിന് വേണ്ടി വന്ന ആളുകൾ. അവര് ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടില്ല, ലാസ്റ്റ് മിനിറ്റിലാണ് അവരെ ചിന്തിക്കുന്നുണ്ടാവുക ഹോട്ടൽ ബുക്ക് ചെയ്യേണ്ട കാര്യം തന്നെ. സോ അപ്പോഴത്തേക്ക് ഹോട്ടൽസ് അവൈലബിൾ അല്ല. ദേ ഡോണ്ട് നീഡ് എ ഫാൻസി പ്ലേസ് ടു സ്ലീപ്പ്. അവർക്കൊരു ഫാൻസി ലോബിയോ കോഫി മെഷീൻസ് ഒന്നും വേണ്ട. ദേ ഓൺലി നീഡ് എ സേഫ് പ്ലേസ് ടു സ്ലീപ്പ്. ദാറ്റ്സ് ഓൾ. ഹോട്ടൽസ് ഇഗ്നോർഡ് ദം. ടു സ്മോൾ നീഷെ, ടു സ്മോൾ മാർക്കറ്റ്, നോ പ്രോഫിറ്റബിൾ എന്ന് പറഞ്ഞിട്ടാണ് ഹോട്ടൽസ് അതിനെ ഇഗ്നോർ ചെയ്തത്. ആ ഇഗ്നോർഡ് പെയിനിൽ നിന്നാണ് Airbnb വരുന്നത്. എക്സ്ട്രീം നീഡ്, ബേണിംഗ് പെയിൻ, നോ കോമ്പറ്റീറ്റേഴ്സ്, ഓൾമോസ്റ്റ് സീറോ കോമ്പറ്റീറ്റേഴ്സ്. ഇതുകൊണ്ട് തന്നെയാണ് Airbnb സക്സസ്ഫുൾ ആയിട്ടുള്ളത്. സോ സെയിം വേ നമുക്ക് ഊബറിന്റെ സ്റ്റോറി കൂടി നോക്കാം. സോ തിങ്ക് ഓഫ് ടാക്സി മാർക്കറ്റിൽ മെയിൻ സ്ട്രീം ആയിട്ടുള്ള യൂസേഴ്സ് ആരൊക്കെയാണ്? അവർ ഓൾറെഡി മുമ്പേ ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ടാക്സി സ്റ്റാൻഡുകളിലേക്ക് പോയിട്ട് വെയിറ്റ് ചെയ്യാൻ വേണ്ടി റെഡിയാണ്. ബട്ട് ഊബർ ടാർഗറ്റ് ചെയ്തത് ഇവരെയല്ല. പ്ലാൻ ചെയ്യാൻ ടൈമില്ല, വെയിറ്റ് ചെയ്യാനുള്ള പേഷ്യൻസ് ഇല്ല, കംഫർട്ടിന് വേണ്ടി പൈസ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ, ഇവരെയാണ് ഊബർ ടാർഗറ്റ് ചെയ്തത്. സോ വൺ ടാപ്പ് ക്യാബ് അറ്റ് ഡോർ സ്റ്റെപ്പ്. ഊബർ ആദ്യം ഇറക്കിയത് എക്സ്ട്രീം യൂസേഴ്സിലേക്കായിരുന്നു. അതായത് കുറച്ചും കൂടി പ്രീമിയം കസ്റ്റമേഴ്സിന് വേണ്ടി മാത്രമായിരുന്നു, ലക്ഷറി സെഗ്മെന്റിലേക്ക് വേണ്ടി മാത്രമായിരുന്നു ഊബർ ഫോക്കസ് ചെയ്തത്. ഊബറിന്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഊബർ എക്സ് അല്ല, ഊബർ ബ്ലാക്ക് ആണ്. എക്സ്പെൻസീവ് എലൈറ്റ് എക്സ്ട്രീം യൂസേഴ്സിനാണ് ഊബർ ആദ്യം ടാർഗറ്റ് ചെയ്തത്. സോ ദാറ്റ് ഈസ് നോട്ട് എ ആക്സിഡന്റ്, ദാറ്റ് ഈസ് എ പ്രോപ്പർ ബിസിനസ് സ്ട്രാറ്റജി. സോ നൗ ഈ ഫ്രെയിം വർക്ക് നമുക്ക് പഠിക്കാം. സോ മെയിൻ സ്ട്രീം യൂസേഴ്സ്, ദേ ആർ ഓൾറെഡി സാറ്റിസ്ഫൈഡ്. ഓൾറെഡി അവർ സാറ്റിസ്ഫൈഡ് ആണ്. അവിടെ